ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോകാൻ കേട്ടോ. സാരിയൊക്കെ എടുത്ത് ഒരുങ്ങി കെട്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം എൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോളെ കല്യാണമാണ്. അപ്പം ഇന്ന് എല്ലാവരും മെഹന്തിക്ക് സാരി എടുക്കുന്നൊക്കെ സെറ്റാക്കിയതാണ്. അപ്പോൾ സാരി എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഷോൾ എങ്ങനെ ഇടാന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ്. അതിന് വേണ്ടി കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും റിഷാനിയും പിന്നെ ഹാനിയും ഇസിയാനും കൂടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കല്യാണ വീട്ടിലെത്തി. അവിടുന്ന് നല്ല സ്ട്രോങ് ആയിട്ടൊരു ടീ ഒക്കെ കുടിച്ചു. നല്ല കടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വൈകുന്നേരം ആയതുകൊണ്ട് ആ ഒരു ടീ കിട്ടിയപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. അതായത് നമുക്കൊരു തലവേദന ഫീൽ ഉണ്ടാവില്ല. പിന്നെ കുറേ നേരം ആ സാരീൻ്റെ മുകളിൽ കെട്ടിപ്പണഞ്ഞ് കളിച്ചതാണല്ലോ, അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇത് പറയുന്നേട്ടാ വിചാരിക്കും ഞാൻ ഒറ്റയ്ക്ക് എടുത്താണ് ഈ സാരിന്ന്. പക്ഷെ എല്ലാം ഉമ്മ എടുത്തെന്നാണ് കേട്ടോ. ലാസ്റ്റ് കുറേ നേരം ഷോൾമ കളിച്ച് കണ്ടപ്പോൾ ഉമ്മക്ക് ദേഷ്യം പിടിച്ച് ഒന്ന് പോയി തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് റഷ. അങ്ങനെ അവൾ ഒരുങ്ങിക്കൊണ്ട് നിൽക്കണുള്ളൂ. അപ്പോൾ പിന്നെ അവളെ റൂമൊക്കെ ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് റൂമിലേക്ക് പോയതാണ്. അപ്പം റൂം എനിക്ക് ഇഷ്ടമായി. കളർ കോമ്പിനേഷൻ നല്ലതുണ്ട്. പിന്നെ മിററൊക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മിറർ കണ്ടപ്പോൾ ഒരു ഫുൾ സൈസ് ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇതാണ് ആ മിറർ, ഇതാണ് സാരി എടുത്തിട്ടുള്ള മൊത്തത്തിലുള്ള ലുക്ക് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പോഴേക്ക് റഷ വന്ന് റഷൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു. മെയിൻ ക്യാമറാമാൻ ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫോട്ടോസിലൊന്നും എനിക്ക് കയറാൻ പറ്റിയില്ല. സാരില്ല, എന്ത് ചെയ്യാനാണ്. അങ്ങനെ നമ്മൾ മോളിൽ നിന്ന് കുറച്ചൊക്കെ കൈയൊക്കെ മുട്ടി പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ കളിക്കാന്നുള്ളതിൽ ഇങ്ങനെ സെറ്റായതായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു താഴെ പോയിട്ട് സെറ്റാക്കാന്ന്. കാരണം കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ആണല്ലോ, അപ്പോൾ അവർക്കും കാണാനൊരാഗ്രഹം പോലെ. അപ്പോൾ പിന്നെ നമ്മൾ പതുക്കെ താഴേക്ക് ഇറങ്ങി. റഷ്യൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഓരും നമ്മളെല്ലാവരും കൂടെ കയ്യും മുട്ടി പാട്ടൊക്കെ പാടിയിട്ടാണ് താഴേക്ക് കൊണ്ടുവരാനുള്ള പ്ലാൻ ഇട്ടത്. കൈമുട്ടലിനൊരു ആവേശം കുറച്ച് കുറവുണ്ടെങ്കിൽ കൂടി പാട്ട് നല്ല ആവേശത്തിലായതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ടായിട്ടില്ല. അതവിടെ നികന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ താഴെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി. ഇവിടെ ചെറുങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മെഹന്തി ഫംഗ്ഷൻ പോലെ ചെറുതായിട്ട്. അപ്പം അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം പാട്ടൊക്കെ പാടി ഒന്ന് ആവേശത്തിലാക്കിയിട്ട് പിന്നെ ഓരോരുത്തരായി മെഹന്തി ഇട്ടെടുക്കാനും നമ്മളെ മധുരം കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് സെറ്റാക്കി. അങ്ങനെയൊക്കെ ആക്കിയിട്ട് ചെറിയൊരു ഫങ്ഷൻ. അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. കാണുന്നുണ്ടല്ലോ, ഈ കാണുന്ന ആൾക്കാർ തന്നെ ഉള്ളൂ. കുറച്ച് ആണുങ്ങളുണ്ട്, അവർ പുറത്തുണ്ട്. അപ്പം അങ്ങനെ ഓരോരുത്തരായിട്ട് മധുരമൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഈ മധുരം കൊടുക്കുന്ന സമയത്ത് മധുരം കഴിക്കുന്ന ആളെ സമ്മതിക്കണം. കാരണം ഓരോരുത്തർ കൊടുത്ത് ലാസ്റ്റ് വായിലും മുഴുവൻ കൽക്കണ്ടി ആയിട്ട് ഇനി ഇരിക്കുന്നത് റഷ. എന്നിട്ട് കുറേ തുപ്പിയൊക്കെ കളഞ്ഞു. അപ്പം ഇതന്നെയായിരിക്കും ഒരുവിധ ആൾക്കാരൊക്കെ അവസ്ഥ എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം മൊത്തത്തിൽ നമുക്ക് തിന്നാൻ കഴിയില്ലല്ലോ. മധുരം തിന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. എല്ലാവരും കൊടുത്തതല്ലേ, പിന്നെ നമ്മളായിട്ട് കുറയ്ക്കുന്നില്ല, നമ്മളും കൊടുത്തു മധുരം. ഒരു രസമാണല്ലേ, നമ്മളെ കുടുംബത്തിലൊക്കെ കല്യാണം ഉണ്ടാവുമ്പോൾ നല്ല രസമാണ്. എന്താ പറയുക, ഒരു ആഘോഷം തന്നെയാണ്. പക്ഷെ നമുക്ക് കുറച്ചൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഫാമിലിയിൽ രണ്ടാൾക്കാർ തീരെ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മളെ മനസ്സിലുണ്ട്. പക്ഷെ കല്യാണം ഓരോരുത്തരുടെയും സ്വപ്നമാണല്ലോ, അവരവരുടെ കല്യാണം. അത് ഒരിക്കലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അത് അവരാഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ആവുക എന്നുള്ളതല്ലേ, അതിലല്ലേ കാര്യമുള്ളൂ. നമ്മൾ ആനിയനെ ഫോട്ടോ എടുത്തില്ല എന്ന് പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ എന്നെ എടുത്ത് കളഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ എന്താ പറയുക, പോവാൻ നേരത്ത് കുറച്ച് നേരം കൂടെ എന്താ പറയുക, കൈയൊക്കെ മുട്ടി ഒരു ഒപ്പന പോലെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കുറച്ചുകൂടെ ബ്രൈഡിനെ ഹാപ്പി ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. നമ്മളൊക്കെ കളിക്കൂട്ടുകാരായിരുന്നു. അതായത് റഷ, ഞാൻ, പിന്നെ റഷൻ്റെ തഞ്ചു, പിന്നെ ഫെമിത്താത്ത, അങ്ങനെ കുറേ ആൾക്കാർ. നമ്മൾ ഏജ് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ഏകദേശം എന്താ പറയുക, കളിക്കാനൊക്കെ ഒരുമിച്ച് കൂട്ടാൻ പറ്റിയ അത്ര ഡിഫറൻസിലായിരുന്നുള്ളതിന്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കളിച്ച് വളർന്നെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ആ ഒരു ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു രസം ഉണ്ടായിരുന്നു. ആ എന്താ പറയുക, ഈ രാത്രിക്കും ആ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ പ്രായമുള്ള ആൾക്കാർ, നമ്മൾ എന്താ പറയുക, അവരുടെ അമ്മായിമാർ, അങ്ങനെയുള്ള ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്യമ്മ വയ്യാതെ കിടക്കായതുകൊണ്ട് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്താത്തൻ്റെ മോക്ക് വയ്യാത്തതുകൊണ്ട് ഇത്താത്തി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഉമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. രാത്രി ആയപ്പം പിന്നെ നമുക്ക് പേടി തുടങ്ങി. നമ്മൾ ഒറ്റക്കാണല്ലോ പോകേണ്ടത്, അതുകൊണ്ട് തന്നെ ഉമ്മ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അധിക സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല, എന്നാലും കുറച്ച് സമയം അവിടെ ഇങ്ങനെ അവരുടെ കൂടെ അടിച്ചു പൊളിച്ച് നിന്നു. നല്ല രസമായിരുന്നു കേട്ടോ എന്തായാലും. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നാളെ വീഡിയോ വരുമായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോസൊക്കെ കിട്ടുള്ളൂ. അപ്പം റഷൻ്റെ നാളെയും ഇന്നിപ്പം മെഹന്തിയാണ്, നാളെ വെത്തിലിട്ട് മറ്റന്നാളാണ് മെയിൻ കല്യാണം. അപ്പോൾ ഇത്രയും ദിവസത്തെ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്.
വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ വീഡിയോ ഇടും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പ്ലീസ്. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബായ്.